ബാപ്പാക്കും ഉമ്മാക്കും ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്തിട്ട് അവരെ പൊരുത്തം സമ്പാദിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. വല്ലാത്തൊരു ബന്ധമാണ് അള്ളാഹു തആല ബന്ധിപ്പിച്ചത്. ഇബാദത്തിനോട് ഈ ഒരു സേവനത്തെ ബന്ധിപ്പിച്ചപ്പോ എന്തൊരു കടപ്പാടാണത്. ഖാലിഖായ റബ്ബിനുള്ള ഇബാദത്ത് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു തആല തൊട്ടു ഉടനെ തന്നെ ഈ കാര്യം പറഞ്ഞപ്പോ അത് വളരെ പരിഗണിക്കേണ്ട, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കൽ പോലും അവരെ പൊരുത്തത്തിനെതിരായി പ്രവർത്തിക്കരുത്. അതുകൊണ്ടാണ് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബാപ്പാനോടോ ഉമ്മാനോടോ പൊരുത്തക്കേട് സമ്പാദിച്ചു പോയി പിന്നെ പൊരുത്തപ്പെടിക്കാനുള്ള അവസരമോ മറ്റോ ഒന്നും ലഭിക്കാത്ത മനുഷ്യൻ ആ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. നിന്റെ ഇസ്തിഗ്ഫാറിന്റെ ആത്മാർത്ഥതയും കട്ടിയും ഖനവും അനുസരിച്ച് മരിച്ചുപോയ ബാപ്പക്ക് ഉമ്മക്ക് അല്ലാഹു പുറത്തു കൊടുത്താൽ നിനക്കും അല്ലാഹു തആല പുറത്തു തരും. എത്രയെന്ന് കണക്കൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. 100, 50 കണക്ക് നമ്മളെ മടുപ്പൊന്നും ശരിയാവില്ല.